കുടിവെള്ളത്തിന് പകരം വിഷം വിതരണം ചെയ്യുവാനാണ് ശ്രീമാൻ MP രാജേഷിന്റെ തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ മഹിളാ മോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും നടത്തുമെന്നുള്ളതിന്റെ സൂചന നൽകുകയാണ് ഈ സമയത്ത്. ഇത്തരത്തില് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ജില്ലയില് നിരവധി തവണയായി ആ കുടിവെള്ള വൃക്ഷം രൂക്ഷമാക്കുന്ന പദ്ധതികളുമായിട്ട് ഗൂഢപദ്ധതികളുമായിട്ട് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് വരുന്നത്. അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ത്രാണിയുള്ള ഒരു സമൂഹം ഈ പാലക്കാട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഗൂഢപദ്ധതികളെ ഇല്ലായ്മ ചെയ്യുവാൻ ഞങ്ങൾക്കായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകേണ്ടവർ, അവർ അതിൽ നിന്ന് പിന്മാറുമ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കൂട്ടായ്മകള് സ്ത്രീകളുടെ മുന്നേറ്റം എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിലും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ശ്രീമാൻ MP രാജേഷിന്റെയും ഈ ശ്രീമാൻ പിണറായി വിജയന്റെയും സഖ്യം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരെ തീർത്തും നിരാശ്രയമുള്ള ഒരു അവസ്ഥയിലേക്ക്, അശരണമാക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ നോക്കിക്കോളൂ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി ഞങ്ങളുണ്ടാകും. നിങ്ങളെ വഴിയിൽ നടത്തി ഇങ്ങനെയൊക്കെ അധികാര ദുർവിനിയോഗം നടത്തുവാനുള്ള സൗകര്യത്തിൽ വിടുമെന്ന് നിങ്ങളാരും കരുതണ്ട. ഇനിയുള്ള കാലം പ്രതിഷേധങ്ങളുടേതായിരിക്കും, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുടേതായിരിക്കും. കാരണം എന്തെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ വാഞ്ചിച്ചിരിക്കുകയാണ് ജനങ്ങളെ. മദ്യനയം എന്തായിരുന്നു നിങ്ങളുടേത്, ഇപ്പോൾ എന്താണ് മദ്യനയം എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരും സ്ത്രീകളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വഴിയിൽ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ സ്വതന്ത്ര വിഹാരവും ദുർനടപ്പും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗവും എക്കാലവും ഈ പാലക്കാടിന്റെ മണ്ണിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാം എന്നുള്ള വ്യാമോഹം അത് മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നത്തെ ഈ ഒരു തരത്തിലുള്ള ഒരു സമരത്തിലൂടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഏതൊക്കെ തരത്തിലാണ് രഹസ്യമായിട്ട് ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചതും ഒക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് രഹസ്യമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ ഓരോ മദ്യനയം കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തിട്ടും അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചിലവാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ലിക്കറാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയാണ്, ആ ധാർഷ്ട്യമാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഇത് വില്ലേജ് ഓഫീസർ പോലും അറിയാതെയുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് പോയിരിക്കുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നുമല്ല. ഇതൊരു ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. കാലങ്ങളായിട്ട് ഇടതിനും വലതിനും കൂടി ചൂഷണം ചെയ്ത ഒരു സമൂഹത്തെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുവാൻ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു മാർഗമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് അജ്ഞത നടിച്ചുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്തം മുഴുവൻ മറ്റൊരാളുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഓരോ അധികൃതരും വിചാരിക്കേണ്ടതില്ല. എല്ലാവരെയും പൊതുനിരത്തിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീണ്ടും സംജാതമാകിയാൽ, കൊക്കക്കോള പോയാൽ അതിലും വലിയ വിഷം കൊണ്ടുവരാമെന്നുള്ള ചിന്തയിലാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി വരാൻ പോകുന്ന ദിനങ്ങൾ പോലീസുകാരല്ല പട്ടാളം വന്നാലും തടയാൻ പറ്റാത്ത രീതിയിലുള്ള സമരമുറകളുമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള പ്രശ്ന സാഹചര്യത്തില് നമുക്കറിയാം, കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിരവധി ഇവിടെ കൊണ്ടുവന്നു. അതിലൊന്നും തന്നെ അവയൊന്നും നടപ്പിലാക്കുന്നതിലൊന്നും തന്നെ ശ്രദ്ധ ചെലുത്താതെ ആ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികൾ പോലും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കെൽപ്പില്ലാത്തവർ ഇപ്പോൾ ആകെയുള്ള ആശ്രയങ്ങളെ കൂടി ഇല്ലാതാക്കുവാനാണ് ശ്രമം നടത്തുന്നത് എന്നുള്ളത് ഇവിടുത്തെ സ്ത്രീജനങ്ങളെയാണ് ആകെ ആശങ്കയിൽ
ജീവിച്ചിരിക്കുന്നത്. അവരുടെ സംരക്ഷണവുമില്ല, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഈ ഒരു സാഹചര്യത്തില് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഭാരതീയ ജനതാ മഹിളാ മോർച്ച മാത്രമല്ല ഈ നാട്ടിലെ സകലവിധ അമ്മമാരും ചേർന്നുകൊണ്ട് വലിയ ബഹുജന സമരത്തിലേക്ക് ആണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങളെ എത്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള അടവ് നയങ്ങളും കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ടുള്ള നയപ്രഖ്യാപനങ്ങൾ, നയ സമീപനങ്ങളും കൊണ്ട് ഇവിടത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടാതെ ഇപ്പോൾ കുടിവെള്ളം നൽകാമെന്നേറ്റിട്ടുള്ള ജല അതോറിറ്റി ഉൾപ്പെടെ അത്തരത്തിലുള്ള സമീപനത്തിൽ നിന്ന് പിന്മാറണമെന്നും ശ്രീമാൻ MP രാജേഷ് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ, അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർത്തും അധികാര ദുർവിനിയോഗമാണ് നടത്താൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുമാണ് മഹിളാ മോർച്ചയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ശ്രീമാൻ MP രാജേഷിനും ശ്രീമാൻ പിണറായി വിജയൻ സഖാവിന്റെ സംഘത്തിനോടും ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാ തരത്തിലുള്ള അധികാര ദുർവിനിയോഗവും നിങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളൊക്കെ യഥാസമയം അതിനെതിരെ പ്രതികരിച്ചിട്ടും അതിനെതിരെ മുമ്പിൽ നിന്നിട്ടും ഞങ്ങളെയെല്ലാം അടിച്ചൊതുക്കി ഒരു ഭാഗത്തിരുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ള ധാർഷ്ട്യമാണ് നിങ്ങൾക്കെങ്കിൽ യഥാർത്ഥ ചിത്രം പുറത്തു വരാനേ ഉള്ളൂ. പിക്ചർ അഭിത്തും ബാക്കിയെ ഞങ്ങൾ സമയത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ അടിച്ചൊതുക്കുവാനുള്ളതല്ല ഈ നാരീശക്തി എന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ. അതിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കണം, ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് നിങ്ങൾ പിന്മാറാത്ത പക്ഷം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്, വാർഡ് ഇലക്ഷനും അത് കഴിഞ്ഞിട്ട് നിരവധി അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നുണ്ട്. അതുവരെ ഒന്നും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അധികാരദണ്ഡ് കൃത്യമായിട്ട് വിനിയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ അധികാരം ഞങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനം ഈ സ്ത്രീ സമൂഹം മുന്നിൽ നിന്ന് എടുക്കും എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. കാരണം ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന വലിയൊരു വിപത്തിനെയാണ് ഞങ്ങൾ നേരിടുന്നത് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ആ വിപത്തിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന പക്ഷം ഞങ്ങൾ മാത്രമല്ല വരാൻ പോകുന്ന തലമുറയും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ശക്തമായി തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന, അവരുടെ കുടിവെള്ള പ്രശ്നത്തെ ബാധിക്കുന്ന എല്ലാ ശ്രമങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ക്ഷണിച്ചു. ഈ പ്രതിഷേധ മാർച്ചിന്റെ ബഹുമാനിയായിട്ടുള്ള ഉദ്ഘാടക മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത, ഈ പ്രതിഷേധ മാർച്ചിലെ അധ്യക്ഷത വഹിക്കുന്ന മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി സത്യഭാമ, BJPയുടെ ബഹുമാനിയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ P വേണുഗോപാൽ, ശ്രീ ഓമനക്കുട്ടൻ, മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അശ്വതി മണികണ്ഠൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മഹിളാ മോർച്ചയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് നമസ്കാരം. പാലക്കാട് ഒരു രണ്ടാം സമരത്തിന്, കുടിക്കാനുള്ള വെള്ളത്തിന്റെ ഒരു രണ്ടാമത്തെ സമരത്തിന് പാലക്കാട് തുടക്കം കുറിച്ചിരിക്കുക. നമുക്കറിയാം, ആഗോള ഭീമനായിട്ടുള്ള കൊക്കോകോളയെ ഒരു മൈലമ്മയുടെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു മൈലമ്മയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ആഗോള ഭീമനായിട്ടുള്ള കൊക്കോകോളയെ പാലക്കാട് നിന്നും കെട്ടുകെട്ടിച്ചത്.
അന്ന് ആ സമരത്തിന് മുൻനിരയിൽ നിന്ന് കുടിവെള്ളം സംരക്ഷിക്കാൻ, കുടിവെള്ളമാണ് ഏറ്റവും അത്യാവശ്യം, തൊഴിലല്ല എന്ന് പോലും പറഞ്ഞുകൊണ്ട് ആ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന ആളാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ്. എം പി രാജേഷ് പിന്നീട് 10 വർഷക്കാലമൊക്കെ എം പി ആയിരുന്നുണ്ടെങ്കിൽ പാലക്കാട്ടുകാര് അന്ന് നയിച്ച സമരത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് എം പി രാജേഷിനെ ഈ കനകസിംഹാസനത്തില് ഇന്ന് മദ്യ ലോബിയുടെ ആളായിട്ട് മാറിയിട്ടുള്ള എം പി രാജേഷിനെ ആ കനകസിംഹാസനത്തിൽ എത്തിച്ചത് പാലക്കാട് ആ സമരത്തിന്റെയൊക്കെ പേരിലാണ്. അന്ന് കൊക്കോക്കോളയ്ക്കെതിരായിട്ട് നടന്ന് അന്ന് ജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ ഫലമായിട്ടാണ്. രാജേഷിന് കനകസിംഹാസനത്തിൽ കയറിയ സമയത്ത് താഴെയുള്ള സാധാരണക്കാരായ ആളുകളെ കാണുമ്പോൾ, കർഷക തൊഴിലാളികളെയും കർഷകരെയും അമ്മമാരെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ പുച്ഛം. ഇപ്പോ ഓയസിസ് മുതലാളിയാണ് രാത്രി സ്വപ്നം കാണുന്നത്. ഓയസിസ് കമ്പനിയുടെ മുതലാളിയാണ്. രാത്രി സ്വപ്നത്തില് ഓയസിസ് മുതലാളിയെ സ്വപ്നം കാണുന്നു. രാവിലെ ആയ അയാൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ട്. ഓയസിസ് കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് കമ്പനി പോലും അവരെ പറ്റി ഇങ്ങനെ പറയുന്നില്ല. എം പി രാജേഷിന്റെ എന്താ കമ്പനിയെ പറ്റി പറയാൻ 1000 നാവുള്ള അനന്തനെ പോലെയാണ് ഇപ്പൊ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. തൊഴിലാളി പാർട്ടിയാണ് ചിറ്റൂരിലെ സമ്മേളനം നടക്കുന്നത്. എന്തിനാ ചിറ്റൂർ ഓമനക്കുട്ട സമ്മേളനം വെച്ച് നമുക്കറിയാലോ. ചിറ്റൂരിലെ സ്പിരിറ്റ് ലോബി ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മദ്യമായിട്ട് മാറിയിരിക്കുക. ചിറ്റൂരിലെ സമ്മേളനം പോയി നോക്കണം. എന്താ ആർഭാടം! തൊഴിലാളി പാർട്ടിയുടെ സമ്മേളനം. ആ ജില്ലാ സമ്മേളനം മുഴുവൻ സ്പോൺസർ ചെയ്തത് സ്പിരിറ്റ് രാജാക്കന്മാരല്ലേ. കേരളത്തിലേക്ക് കിടക്കുന്ന സ്പിരിറ്റ്, ഓരോ ലിറ്റർ സ്പിരിറ്റ് വരുന്നത് ആരുടെ വഴിക്ക? ചിറ്റൂരിലെ CPM-ന്റെ നേതാവിന്റെ നേതൃത്വത്തിലാ. നേതാവിന്റെ കുടുംബത്തിന്റെ പ്രധാന പണി സ്പിരിറ്റാ. അതിന് ഒത്താശ മുഴുവൻ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി. നമ്മുടെ മന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് വകുപ്പ് എവിടെ പ്രവർത്തിക്കുന്നത്? ആലത്തൂരില് സ്പിരിറ്റ് രാജാവിന്റെ സ്പിരിറ്റ് ഗോഡൌണിന്റെ ഒരു മുറിയിലാണ് എക്സൈസിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നറിയുന്ന സമയത്ത് നമുക്കറിയാം CPM-ന്റെ നേതാക്കളും മദ്യലോബിയുമായിട്ടുള്ള ബന്ധം. അപ്പം ഗോവിന്ദൻ അറിയാലോ, അപ്പം ഗോവിന്ദന്റെ കഥ അറിയാലോ. സിൽവർ ലൈൻ വന്നാൽ, കേരയിൽ വന്നാൽ കൂറ്റനാട് നിന്നും അപ്പവുമായിട്ട് നമ്മൾ ട്രെയിനിൽ കയറും. തിരുവനന്തപുരത്ത് പോയി അപ്പം വിറ്റ് തിരിച്ചു വരും. എന്താ അപ്പം ഗോവിന്ദന്റെ സിദ്ധാന്തം! ഇപ്പൊ ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കേരളത്തില് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത് തന്നെ അപ്പം ഗോവിന്ദന്റെ സിദ്ധാന്തം കേരളത്തിന്റെ വിദ്യാഭ്യാസ സിലബസിൽ കൊണ്ടുവരുന്ന തോന്നുന്നത്. ഇന്നലെ പുതിയ സിദ്ധാന്തമായി വന്നിരിക്കുക. എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങള് കുഴൽക്കിണറ് ഭൂഗർഭ ജലം ചൂഷണം ചെയ്യില്ല എന്നാണ്. അപ്പൊ ഇന്നലെ പൊളിഞ്ഞു. ഇന്നലെ BJP-യുടെ സമരം വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടത്തിയ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സത്യം പറഞ്ഞു, ഞങ്ങൾ വെള്ളം കൊടുക്കില്ല, ഞങ്ങൾ വെള്ളം കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കബളിപ്പിച്ചിട്ടാണ് NOC വാങ്ങിയത് എന്നുള്ളത് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. അവരോട് പറഞ്ഞത് കേന്ദ്ര ഓയിൽ കമ്പനികളുടെ ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഒരു NOC വേണം. ആ NOC അതിന് ഞങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു NOC തന്നാൽ മതി. അവർ പറഞ്ഞു കിൻഫ്രയിലേക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്, 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ കിൻഫ്രയോട് വാങ്ങിക്കാം. ശരി, അതിന്റെ പേരിൽ ഒരു ലെറ്റർ വാങ്ങി. ആ ലെറ്റർ വാങ്ങിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓയിൽ കമ്പനികൾ എഥനോൾ ഉത്പാദിപ്പിക്കാനുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച സമയത്ത് ഈ ലെറ്റർ വെച്ചിട്ടാണ് പങ്കെടുത്തിട്ടുള്ളത്. നാണമില്ലാത്ത രാജേഷ്, എം പി രാജേഷ് ന്യായീകരിക്കുക. കമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിന്റെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയാണ് ഞങ്ങൾ എന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന്. കമ്പനിയുടെ ഏജന്റായിട്ടുള്ള കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് പറയാണ് കമ്പനിക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്. രാജേഷ് സ്വപ്നം കണ്ടാൽ മതി, മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ മദ്യ കമ്പനിക്ക് കൊടുക്കാൻ രാജേഷ് കഴിയില്ല. രാജേഷിന്റെ വീട് ഇവിടെയാണെങ്കിൽ ഇന്ന് പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി രാജേഷിനെ ഇവിടുത്തെ മാർച്ച് തടയേണ്ടി വന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വന്തം വീട്ടിലേക്ക് വരണമെങ്കിൽ പോലീസിന്റെ 100 കണക്കിന് പോലീസിന്റെ അകമ്പോടോടുകൂടി മാത്രമേ ഈ കുടുംബ പഞ്ചായത്തിലെ വീട്ടിലേക്ക് വരാൻ കഴിയൂ. രാജേഷ് താമസിക്കുന്ന ഈ പഞ്ചായത്തില് ആദ്യം എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ നോക്കി രാജേഷിനെ. മദ്യത്തിന് മുക്കിയിട്ട് മലയാളികളെ കൊല്ലാനല്ല ശ്രീ എം പി രാജേഷ് ശ്രമിക്കേണ്ടത്. അപ്പം ഗോവിന്ദൻ പറയാണ് വലിയ മഴവെള്ള സംഭരണി ഉണ്ടാക്കും. ഈ കേരളത്തില് ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ അപ്പം ഗോവിന്ദൻ എല്ലാത്തിനും കയറിയിട്ട് എന്തിനാ അഭിപ്രായം പറയുന്നത്?
കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ ഇങ്ങനെ വിട്ടിത്തരങ്ങൾ വിളിച്ചു വിളമ്പാൻ പറ്റുമോ? ഇങ്ങനെ വിട്ടിത്തരങ്ങൾ വിളിച്ചു വിളമ്പാൻ പറ്റുമോ? ഒന്നുകിൽ പിണറായി അദ്ദേഹത്തോട് ഈ അപ്പൻ ഗോവിന്ദനോട് ഒന്ന് വായടച്ചിരിക്കാൻ പറയാം. ഇങ്ങനെ നാണം കെട്ട പാർട്ടിയായിട്ട് മാറരുത്. മദ്യക്കമ്പനിക്ക് വേണ്ടി എന്ത് ന്യായീകരണം നടത്തുന്നത്? സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള CPI പറഞ്ഞപ്പോ അവന്മാരെന്തോ പറഞ്ഞോട്ടെ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ന്യായീകരിച്ചേ പറ്റൂ. MP രാജേഷിന് ന്യായീകരിച്ചേ പറ്റൂ. ഇവിടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് അതും MP രാജേഷ് അതുവരെ പൂത്തിവെച്ച ഫയല് ആ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഒപ്പിട്ട് കൊടുത്തു. കമ്പനിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്തു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയും അത് ഒപ്പിട്ടു. എന്തേ മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്രയൊക്കെ സ്വകാര്യ മേഖലയിൽ വരുന്ന ഒരു മദ്യക്കമ്പനിയോട് ഇത്രയേറെ സ്നേഹം? നമ്മുടെ കൊഴിഞ്ഞാമ്പാറയിലെ ചിറ്റൂർ ഷുഗേഴ്സ് മലബാർ ഡിസ്റ്റിലറി കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ലൈസൻസിനും അതുപോലെ തന്നെ വെള്ളം കിട്ടാനുമായിട്ട് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു. മലബാർ ഡിസ്റ്റിലറിയോട് സ്നേഹമൊന്നുമില്ല. എന്തിനാ സ്നേഹം? കാരണം അവിടുത്തെ പൈസ തരില്ലല്ലോ. ഓയസിസ് മുതലാളി കൊണ്ടുവരുന്ന പൈസ എവിടുന്നായി ബന്ധം? കേജ്രിവാളുമായിട്ട്. പുതിയ AAPയുടെ കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാളിന്റെ ഏജന്റ് ഈ ഓയസിസ് കമ്പനി. അരവിന്ദ് കേജ്രിവാളിന്റെ ആന മുഖ്യമന്ത്രി പിണറായി വിജയനും അരവിന്ദ് കേജ്രിവാളും ഒരേ തൂവൽ പക്ഷികളാണ്. അരവിന്ദ് കേജ്രിവാൾ ഓൾറെഡി ഉള്ളിൽ പോയിട്ട് പുറത്തു വന്നു. നമ്മുടെ ആള് പോവാൻ കൂടം കാത്തു നിൽക്കുന്നു. എപ്പോ പോകുമെന്ന് മാത്രം നോക്കിയാൽ മതി. രണ്ടാളും ഒരേപോലെയാണ്. അഴിമതിയുടെ വീരന്മാരാണ്. ആ മുഖ്യമന്ത്രി ഓയസിസ് കമ്പനിയുടെ ഫയല്, ഈ അവിടെ കമ്പനി ആരംഭിക്കാനുള്ള ഫയല് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഒപ്പിട്ട് കൊടുത്തു. എന്താ ആർഭാടമായിരുന്നു തെരഞ്ഞെടുപ്പിന് CPM-ന്? പൈസക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഓയസിസ് കമ്പനിയുടെ പൈസ കൊണ്ടാണ് ഇലക്ഷൻ ചെലവ് മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജൽജീവൻ മിഷൻ പദ്ധതി ഇന്നലെ എലപ്പള്ളി പഞ്ചായത്തിന്റെ കണക്കുകൾ പുറത്തു വന്നു. അവിടെ പകുതിയിലധികം വീടുകളിൽ ഇനിയും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിയിട്ടില്ല. കിലോമീറ്റർ കണക്കിനോളം 40 കിലോമീറ്ററിലധികം പൈപ്പ് ലൈൻ കുഴിച്ചിട്ടിരിക്കുക. ആ പൈപ്പ് ലൈനിലൂടെ വെള്ളം കൊണ്ടുവരാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ MP രാജേഷിന്റെ പാർട്ടിക്കാരാണല്ലോ പ്രഭാകരൻ MLA. നിങ്ങൾ ഈ മലമ്പുഴ നിയോജക മണ്ഡലം എത്ര കാലമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു? K നായനാർ മുഖ്യമന്ത്രിയായിട്ട് ഉള്ള സമയത്ത് മലമ്പുഴയിൽ നിന്നായിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് മലമ്പുഴയിൽ നിന്നായിരുന്നു. ആ മലമ്പുഴയിൽ രാജേഷ് ഒന്ന് പോണം. ഈ കനക സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി രാജേഷ് കണ്ണു തുറന്ന് ആ മലമ്പുഴയിലെ ആദിവാസി മേഖലയിലുള്ള ആളുകള് കുടിവെള്ളം പോലും കിട്ടാതെ ഡാമിനകത്ത് കുഴികുത്തിക്കൊണ്ട് വെള്ളമെടുക്കുന്നതൊന്ന് MP രാജേഷ് പോയി കാണണം. അത് കണ്ടാൽ രാജേഷ് ഈ മദ്യക്കമ്പനിയുടെ കൂടെ നിൽക്കില്ല. കാരണം രാജേഷിന് കണ്ണ് മിഴിക്കുന്നില്ല. മദ്യക്കമ്പനിയുടെ പണക്കെട്ടിന് മുന്നില് രാജേഷിന്റെ കണ്ണ് മിഴി തുറക്കാത്ത പോലെയായി. രാജേഷ് അതിന്റെ സ്വപ്ന ലോകത്താണ്. ഞങ്ങള് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മലമ്പുഴ ഡാമിനുള്ള വെള്ളം പാലക്കാട്ടെ കർഷകർക്കും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ കുടിവെള്ളത്തിനുമായിട്ടാണ്. മലമ്പുഴ ഡാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. മലമ്പുഴ വെള്ളം കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്ത് അവിടെ അമൃത് പദ്ധതിയില് പാലക്കാട് നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 45 ദശലക്ഷം ലിറ്ററിന്റെ ഫിൽട്ടർ പ്ലാന്റ് ഞങ്ങൾ ഉണ്ടാക്കി. കേന്ദ്ര ഗവൺമെന്റ് 18 കോടി രൂപ ചെലവഴിച്ചിട്ട് അതിനൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ MP രാജേഷും കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. രാജേഷ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും വരാത്ത, ഒരു കാറ്റ് പോലും വരാത്ത രീതിയിലുള്ള അത്രയും വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും. ഈ സമരം ഒരു സൂചനാ സമരമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ആരെ വിലക്കെടുത്താലും ശരി, ആരെ കൊണ്ട് വിലക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചാലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ഈ സമരം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ വിജയം കാണുന്നതുവരെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹിളാ മോർച്ചയുടെ ഉഷാറായിട്ടുള്ള സമരഭടന്മാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता. अഴിമതി വീര രാജേഷ്, अഴിമതി വീര രാജേഷ്.
എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുകോട് എന്ന സ്ഥലത്ത് വിദേശ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ എക്സൈസ് മന്ത്രി പി രാജേഷിന്റെ വസതിയിലേക്കുള്ള പ്രതിഷേധ പ്രകടനവുമായി ഉദ്ഘാടനത്തിനെത്തിയ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നിവേദിത ചേച്ചിക്ക് ആദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർജിക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയ എല്ലാ മഹിളാ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മന്ത്രി എം വി രാജേഷിന്റെ വസതിയിലേക്കുള്ള മഹിളാ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട, കുടിവെള്ളത്തിന് പകരം മദ്യം നൽകാൻ നോക്കും രാജേഷ്. രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, കുടിവെള്ളത്തിന് പകരം മദ്യം നൽകാൻ നോക്കും രാജേഷ്. രാജിവെക്കോ പുറത്തു പോകൂ, കുടിവെള്ളത്തിന് ഇല്ലാതാക്കിയ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ കേരള സർക്കാർ തുലയട്ടെ, കേരള സർക്കാർ തുലയട്ടെ. പിണറായിയുടെ ദുർഭരണം നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. കുടിവെള്ളത്തിന് പകരം മദ്യം, കുടിവെള്ളത്തിന് പകരം മദ്യം നൽകാൻ നോക്കും രാജേഷ്, നൽകാൻ നോക്കും രാജേഷ്. രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. അഴിമതി വീര രാജേഷ്, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. പിണറായിയുടെ ദുർഭരണം, പിണറായിയുടെ ദുർഭരണം നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട, നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട. രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ്, അഴിമതി വീര രാജേഷ്.
കുടിവെള്ളത്തെ ഇല്ലാതാക്കി മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ കേരള സർക്കാർ തുലയട്ടെ. ജയ് ജയ് ബി ജെ പി, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ. പിണറായിയുടെ ദുർഭരണം നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട. രാജിവെക്കോ പുറത്തു പോകൂ. ജയ് 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 ബി ജെ പി, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ. ജയ് ജയ് ബി ജെ പി, ജയ് ജയ് ഭാരത് മാതാ. പിണറായിയുടെ ദുർഭരണം നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട. രാജിവെക്കോ പുറത്തു പോകൂ. രാജിവെക്കോ പുറത്തു പോകൂ. ജയ് 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 ബി ജെ പി, ജയ് ജയ് ഭാരത് മാതാ. അഴിമതി വീര രാജേഷ് രാജിവെക്കോ പുറത്തു പോകൂ. ബ്രൂവറിയും പോത്തിൻ വെറിയും നമ്മുടെ നാടിന് വേണ്ടേ വേണ്ട. രാജിവെക്കോ പുറത്തു പോകും. എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിനോടും അതുപോലെ എക്സൈസ് മന്ത്രി MP രാജേഷിനോടുമുള്ള കേരള സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇന്നിവിടെ മഹിളകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദ ചേച്ചിയാണ്. നിവേദ ചേച്ചിയെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. കൂടാതെ ഇവിടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ സത്യഭാമ ചേച്ചിയാണ്. സത്യഭാമ ചേച്ചിയെയും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർജി, ജില്ലാ അധ്യക്ഷൻ ഹരിദാസേട്ടൻ, ജനറൽ സെക്രട്ടറിമാരായ ഓമനക്കുട്ടേട്ടൻ, വേണുവേട്ടൻ,
കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന മഹിളാ മോർച്ചയുടെയും പാർട്ടിയുടെയും മുഴുവൻ പ്രവർത്തകരെയും ഇന്നത്തെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സത്യവാൻ ചേച്ചിയെ പ്രശ്നിക്കും. ബഹുമാനപ്പെട്ട മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ, ഈ പരിപാടിയുടെ ഉദ്ഘാടകവുമായിട്ടുള്ള അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറേട്ടൻ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരിയേട്ടൻ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വേണുവേട്ടൻ, അതുപോലെ തന്നെ ഓമനേട്ടൻ, മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അശ്വതി മണികണ്ഠൻ, മറ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുമലത മുരളി, പാർട്ടിയുടെ മോർച്ചയുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ എലപ്പള്ളി, അതുപോലെ തന്നെ പുതുശ്ശേരി, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ജില്ലയിലൊട്ടാകെ പ്രശ്നമാകുന്ന, അതുപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള മലമ്പുഴ കുടിവെള്ളം, ഈ ജില്ലയിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും മലമ്പുഴ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആ കുടിവെള്ളത്തെ വറ്റിക്കുന്ന രീതിയിൽ സാധാരണക്കാരായ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് വിദേശ മദ്യ കമ്പനിക്ക് അനുമതി നൽകി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നടപടിക്കെതിരെയാണ് ഇന്ന് മഹിളാ മോർച്ച കാലിക്കുടയാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി വന്നിട്ടുള്ളത്. വരാൻ പോകുന്ന ദിവസങ്ങളിലും ഈ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിൽ ഇനിയും സമരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ ജില്ലയിൽ മുഴുവൻ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നമാണ് മലമ്പുഴ കുടിവെള്ളം. ഈ മദ്യത്തിന് വേണ്ടി, മദ്യ ഉൽപാദനത്തിന് വേണ്ടി എടുക്കുക എന്ന് വെച്ചാൽ, കാരണം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം തന്നെ ഉപയോഗിക്കുന്നതായിട്ട് വരുന്നത്. കുടിവെള്ളം രൂക്ഷമായിരിക്കുന്ന പ്രശ്നബാധിത മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരാണ് കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. ആ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് വന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.